ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഞങ്ങളുടെ മലപ്പുറം ജില്ലയെക്കുറിച്ച് 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിലെല്ലാം കേരളത്തിലെ ഒരു പ്രമുഖ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്ന വ്യക്തി വളരെ മോശമായി ആക്ഷേപിച്ച ഒരു വീഡിയോ ഞാൻ കേട്ടു. മലപ്പുറം ജില്ലയുടെ ഉള്ളടക്കം തന്നെ വർഗീയ ന്യൂനപക്ഷമാണ് മലപ്പുറം ജില്ലയിൽ. പ്രിയ സഖാക്കളെ, കൂടുതലും ബുദ്ധിയില്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിൽ ഈ സുരേന്ദ്രന്റെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ ന്യായീകരിക്കുന്നത്. എന്തെന്നാൽ അദ്ദേഹം പറയുന്നത് മലപ്പുറം ജില്ലയുടെ ഉള്ളടക്കം എന്നാണ്, ഉള്ളടക്കം വർഗീയത എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലെവിടെയാണ് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയുകയുണ്ടായി മുസ്ലിം ലീഗിനെയാണ് അദ്ദേഹം പറയുന്നത് എന്ന്. അതിലെവിടെയാണ് മുസ്ലിം ലീഗിനെയോ BJPയെയോ STPയെയോ വെൽഫെയർ പാർട്ടി തുടങ്ങിയ CPMനെയോ ഒന്നും അദ്ദേഹം അതിൽ പരാമർശിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് മലപ്പുറം ജില്ലയുടെ ഉള്ളടക്കം തന്നെ, അതായത് ഞാനും നിങ്ങളും അടങ്ങിയ മലപ്പുറം ജില്ല. അതിൽ സഖാക്കളുണ്ടാകാം, BJP ഉണ്ട്, ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, STPI ഉണ്ട്, ജനതാദളുണ്ട്, എല്ലാവരും അടങ്ങിയ മലപ്പുറം ജില്ലയെയാണ്, മലപ്പുറം ജില്ലയിലെ ജനങ്ങളെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു പാർട്ടിയെ കുറിച്ചല്ല പറഞ്ഞത്. എന്താണ് അദ്ദേഹത്തിന് മലപ്പുറത്തോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്നെനിക്കറിയില്ല. അദ്ദേഹത്തിന് മലപ്പുറത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് അദ്ദേഹത്തെ ഇങ്ങനെ പറയാൻ ഇടയാക്കിയത്. നമ്മുടെ നാട്ടിലെ ക്രൈം ലിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ക്രൈം ലിസ്റ്റുകളിൽ ഏറ്റവും കുറഞ്ഞ ക്രൈമുകൾ നടക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. ഇനി വർഗീയ ധ്രുവീകരണം നടക്കുന്ന ജില്ലകളിൽ നോക്കിയാലും നമ്മുടേത് വളരെ താഴത്തായിരിക്കും നമ്മുടെ സ്ഥാനം. സഖാവ് ഏത് സംഖ്യ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണാറുണ്ടെങ്കിൽ പോലും, പക്ഷേ ഇങ്ങനെ ഫാസിസത്തെ ഇത്ര കടുത്ത രീതിയിൽ എതിർക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഫാസിസത്തെ പോലെ സംസാരിക്കുമ്പോൾ, ഫാസിസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ലജ്ജയാണ് സഖാവേ, നിങ്ങളുടെ പാർട്ടിയോടല്ല ഈ വ്യക്തിയോട്. ആദ്യം തന്നെ പറയാലോ, ഇത് താങ്കളുടെ പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ ആവാതിരിക്കട്ടെ. ഇത് ഈ സുരേന്ദ്രൻ എന്ന ആളുടെ, ഈ മന്ത്രിയുടെ മാത്രം ഒരു അഭിപ്രായമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അങ്ങനെ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. കാരണം സഖാക്കന്മാരായ ഒരുപാട് നല്ല നേതാക്കന്മാർ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. EMSനെ പോലെയുള്ളവരും സഖാവ് കുഞ്ഞാലിയെ പോലുള്ളവരും അടക്കം വളരെ നല്ല വ്യക്തിത്വങ്ങൾ ജനിച്ചു വളർന്ന് ഈ ജില്ലയെ മുൻപന്തിയിലെത്തിച്ച ഘടകങ്ങളാണ് അവരെല്ലാവരും. അവരെ പോലുള്ള നല്ല സഖാക്കന്മാരെ ഞങ്ങൾ എന്നും ഓർക്കും. പക്ഷേ അവരുടെയെല്ലാം പാർട്ടിയിൽ ഇങ്ങനെയുള്ള കൂതറ സഖാക്കന്മാരുണ്ടാകുന്നത് വളരെ ദയനീയാവസ്ഥയാണ്. കാരണം നിങ്ങൾ എപ്പോഴും ഫാസിസത്തെ എതിർക്കുമ്പോൾ നിങ്ങളിൽ തന്നെ ചിലർ ഫാസിസത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയകളിലെല്ലാം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് സഖാക്കന്മാർ പോസ്റ്റ് ഇടുന്നത് ഞാൻ കണ്ടു. പക്ഷേ നിങ്ങളെക്കാട്ടിലും അടിയുറച്ച സഖാക്കന്മാർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ആദ്യം നിങ്ങളെപ്പോലെ എതിർത്തിരുന്നു. പക്ഷേ ഈ സുരേന്ദ്രന്റെ വീഡിയോ, ഈ മന്ത്രിയുടെ വീഡിയോ കണ്ടപ്പോൾ അവരും പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ സോഷ്യൽ മീഡിയകളിലൂടെയും എല്ലാതെയും പ്രതികരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു പാർട്ടിയാണ്. അതിന് സാധാരണയായി അവിടെ ജയിച്ചു. മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമായ മലപ്പുറം ജില്ലയിൽ ജയിച്ചു. അതിന് ഇങ്ങനെ പരാമർശിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? മലപ്പുറം ജില്ലയെ തന്നെ വർഗീയതയായി ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ? താങ്കൾ ഏതെങ്കിലും മഞ്ഞപത്രങ്ങളിൽ എഴുതിയ മലപ്പുറം ജില്ലയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ മലപ്പുറം ജില്ലയെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ മെമ്പർമാരെയോ
നേതാക്കന്മാരെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ കൂടെ വന്നുകൊണ്ട് ഇവിടെ താമസിച്ച് മലപ്പുറം ജില്ലയെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി മാത്രം വന്നുകൊണ്ട് അല്ലെങ്കിൽ യാത്രകളിൽ താങ്കൾ വായിക്കുന്ന മഞ്ഞപത്രങ്ങൾ നോക്കിക്കൊണ്ട് മലപ്പുറത്തെ വിലയിരുത്താൻ ശ്രമിക്കരുത്. ദയവ് ചെയ്ത് താങ്കളൊരു ഉപകാരവും മന്ത്രി എന്ന നിലയിൽ താങ്കളൊരു ഉപകാരവും ഞങ്ങളുടെ മലപ്പുറം ജില്ലയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ അറിയാം. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നിറവേറ്റാനും അറിയാം. അതുകൊണ്ട് താങ്കൾ ഉപകാരങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ജില്ലയെ ഉപദ്രവിക്കാതിരിക്കുക, ആക്ഷേപിക്കാതിരിക്കുക. ദയവ് ചെയ്ത് അതിനെങ്കിലും താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയെങ്കിലും താങ്കൾ ഏതെങ്കിലും ഒരു ജില്ലയെക്കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ മിനിമം ആ ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട സഖാവിനോടെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാധാരണ സഖാവിനോടെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ട് വേണം ആ ജില്ലയെക്കുറിച്ച് ചോദിച്ച് പഠിച്ചതിന് ശേഷം പ്രസംഗിക്കുക. കാരണം നിങ്ങൾ എവിടെ നിന്നെങ്കിലും രണ്ട് വാക്ക് ഒരു ജില്ലയെക്കുറിച്ചാണ് പരാമർശിക്കും. പക്ഷെ അതനുഭവിക്കുന്നത് ആ നാട്ടിലെ പാവപ്പെട്ട സഖാക്കന്മാരായിരിക്കും. ചിലപ്പോൾ അവർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഇത് കിട്ടുക. അല്ലെങ്കിൽ അവർ ഒരു ആവശ്യത്തിന് എവിടെയെങ്കിലും പാർട്ടിയുടെ ആവശ്യത്തിനായി ചെല്ലുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് മറുപടി ജനങ്ങൾ കൊടുക്കുക. ഇതൊക്കെ താങ്കളെ പോലുള്ള വ്യക്തികൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം താങ്കളൊരു മന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെയും കൂടെയും മന്ത്രിയാണ് താങ്കൾ, അല്ലാതെ ഒരു പാർട്ടിയുടെ മന്ത്രിയല്ല താങ്കൾ. ഇവിടെ എത്രയോ വാർഡ് മെമ്പർമാർ മുതൽ മന്ത്രിമാർ MP-മാർ വന്ന് വരെ മലപ്പുറം ജില്ലയിലെ ഈ തെരഞ്ഞെടുപ്പിന് വന്ന് പ്രസംഗിച്ചു പോയി. താങ്കളുടെ പോലെ ആരെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചോ അല്ലെങ്കിൽ വർഗീയ ജില്ലയാണെന്ന് പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. അവരിൽ കൂടുതൽ ആളുകൾക്കും മലപ്പുറം ജില്ലയെക്കുറിച്ച് അറിയാം. ഇനി താങ്കൾ പറഞ്ഞ പോലെ മലപ്പുറം ജില്ല വർഗീയ ജില്ലയാണെങ്കിൽ, വർഗീയ ന്യൂനപക്ഷങ്ങളുടെ ജില്ലയാണെങ്കിൽ സഖാവ് EMS നമ്പൂതിരിപ്പാട്, സഖാവ് കുഞ്ഞാലി, സഖാവ് TK ഹംസ, KT ജലീൽ, ശ്രീരാമകൃഷ്ണൻ MLA, സഖാവ് PV അൻവർ, മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന ലീഗിന്റെ കുത്തക മണ്ഡലത്തിൽ നിന്നും ജയിച്ച അബ്ദുറഹ്മാൻ സാഹിബ്, ഇവരൊക്കെ വർഗീയ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചവരല്ലേ? എങ്കിൽ താങ്കൾ അവരോടൊക്കെ രാജിവെക്കാൻ പറയണം. എന്നിട്ട് മറ്റേതെങ്കിലും ജില്ലയിൽ പോയി മത്സരിച്ച് MLA-യോ MP-യോ ആക്കിക്കൂടെ താങ്കൾക്ക്? ഇവിടെ വർഗീയ ജില്ലയാണെങ്കിൽ എന്തിനാണ് താങ്കൾ പിന്നെ ഇവിടെ വന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നത്? അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? താങ്കൾ മഞ്ഞപത്രങ്ങളിൽ ഏതെങ്കിലും വേശ്യ മഞ്ഞപത്രങ്ങളിൽ അച്ചടിച്ച അത് വായിച്ച മലപ്പുറം ജില്ലയല്ല യഥാർത്ഥ മലപ്പുറം ജില്ല. സഖാവ് കുഞ്ഞാലിയെ പോലുള്ളവരെയും EMS-നെ പോലുള്ളവരുടെയും മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമെന്ന് നിങ്ങൾ CPM-കാർ പോലും വിശേഷിപ്പിച്ചിരുന്ന പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും മലപ്പുറം. ഞങ്ങളുടെ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ കേട്ടപ്പോൾ വളരെയധികം വിഷമമുണ്ട് സഖാവേ. കാരണം നിങ്ങളെ ഈ വാക്കുകളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ മൺമറഞ്ഞു പോയ നിങ്ങളുടെ സഖാക്കന്മാരെ പോലും ചിലപ്പോൾ ജനങ്ങൾ വിലയിരുത്തുക. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. ഇതുവരെ നിങ്ങൾ പറഞ്ഞു SDPI-യും വെൽഫെയർ പാർട്ടിയുമെല്ലാം വർഗീയ പാർട്ടികളാണെന്ന്. ഇപ്പോൾ ഇതാ അവർക്ക് നിങ്ങൾ ഒരു ജില്ലയെ തന്നെ സംഭാവന ചെയ്തിരിക്കുന്നു, വർഗീയ ജില്ലയായിക്കൊണ്ട്. ഫാസിസത്തെ നിങ്ങളുടെ പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കന്മാർ അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഫാസിസത്തിലേക്ക് അടുക്കുകയാണോ? ഇപ്പോൾ സംഘിയേത് സഖാവേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടിയെ നിങ്ങൾ തള്ളരുത്. ഓക്കെ. ചിലപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടല്ല, പക്ഷേ പറയണമെന്ന് തോന്നി. ഞങ്ങളുടെ ജില്ലയിലെ തന്നെ കരിപ്പൂർ എയർപോർട്ട്, കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ചിലപ്പോൾ ഈ മലപ്പുറം ജില്ലയിലായതുകൊണ്ടാവാം
താങ്കളെപ്പോലുള്ള വർഗീയ ചിന്താഗതിക്കാർ ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം വെറുതെ ഇല്ലാത്ത പോരായ്മകളും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കരിപ്പൂർ എയർപോർട്ടിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഞങ്ങൾ മലപ്പുറം ജില്ല വളരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഈ ഉദ്യോഗസ്ഥരെല്ലാം അതിനെതിരെ കളിക്കുന്നത്, വ്യവസായ ലോബികളും കളിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മലപ്പുറം ജില്ല വളരരുതെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും ഈ എയർപോർട്ടിന്റെ തകർച്ചയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും ചെറിയ എയർപോർട്ടുകളിൽ വലിയ വിമാനങ്ങളും എല്ലാം ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പോലും ഗവൺമെന്റിന് ലാഭം കിട്ടുന്ന ഈ എയർപോർട്ട് നിർത്തിവെക്കാൻ അല്ലെങ്കിൽ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള ഈ സുരേന്ദ്രനെ പോലെയുള്ളവരുടെ മനസ്സുള്ള വർഗീയവാദികളായിരിക്കും.